പട്ടയം റദ്ദാക്കി ഭൂമി സർക്കാർ ഏറ്റെടുത്തു. എന്നിട്ടും കരം സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. ചുക്രാമുടിയിലെ ഭൂമി തർക്കത്തിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. ബൈസൺ വാലി വില്ലേജിലെ ചുക്രാമുടിയിൽ സർക്കാർ ഏറ്റെടുത്ത 2 ഏക്കറിലധികം ഭൂമിക്ക് താൽക്കാലികമായി കരം സ്വീകരിക്കാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ചൊക്കർമുടിയിലെ ഭൂമി തർക്കത്തിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. ബൈസൺ വാലി വില്ലേജിലെ ചൊക്കർമുടിയിൽ സർക്കാർ ഏറ്റെടുത്ത 2 ഏക്കറിലധികം ഭൂമിക്ക് താൽക്കാലികമായി കരം സ്വീകരിക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. മൂന്നാർ ഇക്കാനഗർ സ്വദേശികളായ 3 സഹോദരങ്ങൾ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. ഹർജിക്കാരുടെ അമ്മയുടെ പിതാവിന് 1975 ലഭിച്ച പട്ടയഭൂമിയാണിത്. എന്നാൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് പട്ടയം നേടിയതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ഭൂമി ഉൾപ്പെടെ 13 ഏക്കർ 79 സെന്റ് സ്ഥലത്തിന്റെ പട്ടയം 2025 മാർച്ചിൽ റവന്യൂ വകുപ്പ് റദ്ദാക്കിയിരുന്നു. പട്ടയം റദ്ദാക്കിയ നടപടിക്കെതിരെ ഹർജിക്കാരൻ ഇടുക്കി ജില്ലാ കളക്ടർക്ക് അപ്പീൽ നൽകിയിട്ടുണ്ട്. അപ്പീൽ നിലവിൽ പരിഗണനയിലാണ്. അതിനിടെയാണ് കാർഷിക വായ്പ പുതുക്കുന്നതിനായി ഭൂനികുതി അടയ്ക്കേണ്ട സാഹചര്യമുണ്ടെന്നും വില്ലേജ് ഓഫീസർ കരം സ്വീകരിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി ഹർജിക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പീലിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ താൽക്കാലികമായി കരം സ്വീകരിക്കണമെന്നാണ് കോടതി നിർദ്ദേശം. കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ച് 10 ദിവസത്തിനകം നികുതി സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം റദ്ദാക്കിയ പട്ടയം കോടതി പുനഃസ്ഥാപിച്ചിട്ടില്ല. എന്നാൽ ചൊക്കർമുടിയിൽ നിന്ന് മുൻപ് ഒഴിപ്പിക്കപ്പെട്ടവരും സമാനാവശ്യവുമായി കോടതിയെ സമീപിച്ചാൽ വിഷയം കൂടുതൽ നിയമക്കുരുക്കിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഉത്തരവിന്റെ സർട്ടിഫൈഡ് പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നും ഹർജിക്കാർ നൽകിയ പകർപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും ബൈസൺ വാലി വില്ലേജ് ഓഫീസർ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.